നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ 2026 ഏപ്രിൽ 9 നടക്കുന്നത്. രാവിലെ 7 മണി മുതൽ ആണ് നടക്കുന്നത്. പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ ഏതെല്ലാം രേഖകൾ കരുതണമെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഫലം മെയ് 4 വരെ കാക്കണം. മിക്ക സ്ഥാനാർത്ഥികളും വളരെ ചൂടും വാശിയേറിയ തെരഞ്ഞെടുപ്പിലൂടെ മുന്നോട്ട് പോവുകയാണ്. വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് വോട്ടർ ID കാർഡ് ഹാജരാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ താഴെ പറയുന്ന 12 രേഖകളിൽ ഒന്ന് തിരിച്ചറിയൽ രേഖയായി സ്വീകരിക്കാവുന്നതാണ്. ആധാർ കാർഡ്, തൊഴിലുറപ്പ് പദ്ധതി, ജോബ് കാർഡ് അല്ലെങ്കിൽ ബാങ്ക്, പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഫോട്ടോ പതിപ്പിച്ച പാസ്ബുക്ക്, തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, NPR സ്കീമിന് കീഴിലുള്ള RGI നൽകിയ സ്മാർട്ട് കാർഡ്, ഇന്ത്യൻ പാസ്പോർട്ട്, ഫോട്ടോ പതിപ്പിച്ച പെൻഷൻ രേഖ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ എന്നിവ ജീവനക്കാർക്ക് നൽകുന്ന ഫോട്ടോ പതിപ്പിച്ച ID കാർഡുകൾ, MP, MLA, MLCമാർക്ക് നൽകിയിട്ടുള്ള ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ, കേന്ദ്ര സാമൂഹ്യ നീതി ആൻഡ് ശാക്തീകരണ മന്ത്രാലയം നൽകുന്ന യുണീക്ക് ഡിസബിലിറ്റി കാർഡ് എന്നിവയാണ്. ഏതെങ്കിലും ഒന്ന് ഹാജരാക്കിയാൽ മതി. പോളിംഗ് ബൂത്ത് ചെല്ലുമ്പോൾ പരിശീലനവും പോസ്റ്റൽ വോട്ടിങ്ങും 6-നും 7-നും. തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയുക്തരായിരിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥർക്കും 6-7 തീയതികളിൽ അവരവരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെ പരിശീലന കേന്ദ്രങ്ങളിലെത്തി പരിശീലനത്തിൽ പങ്കെടുക്കുകയും പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യാമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ആ ജനാധിപത്യ പ്രക്രിയയിൽ നമുക്ക് ഏവർക്കും പങ്കാളികളാവാം. അതിനായി ഏതെങ്കിലും ഒരു വോട്ടേഴ്സ് ID കാർഡുമായിട്ട് പോളിംഗ് ബൂത്തിൽ പോവുക, സമാധാനപരമായി വോട്ട് ചെയ്യുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.